ഓപ്പറേഷൻ സിന്ദൂറിലൂടെയുള്ള ഭാരതത്തിന്റെ തിരിച്ചടി അതിഭീകരമെന്ന് വെളിപ്പെടുത്തി ജയ്ഷെ മുഹമ്മദ് കമാൻഡർ മസൂദ് ഇല്യാസ് കശ്മീരി. മൗലാന മസൂദ് അസറിന്റെ കുടുംബത്തെ ഭാരതത്തിന്റെ സൈന്യം തുടച്ചു നീക്കി. ബഹാവൽപൂരിൽ ഭാരതം നടത്തിയ ആക്രമണത്തിലാണ് മസൂദ് അസറിന്റെ കുടുംബം കൊല്ലപ്പെട്ടതെന്നും സ്ഥിരീകരണം. കൂടുതൽ വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഓപ്പറേഷൻ സിന്ദൂറിന്റെ വ്യാപ്തി, പാകിസ്ഥാൻ ഭീകരർക്ക് നൽകിയ ആഘാതത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഭീകരരുടെ തന്നെ വെളിപ്പെടുത്തലിൽ നിന്ന് വ്യക്തമാകുകയാണ്. മൗലാന മസൂദ് അസർ എന്ന കൊടും ഭീകരന്റെ കുടുംബത്തെ തന്നെ ഭാരതത്തിന്റെ സൈന്യം തുടച്ചു നീക്കി ഓപ്പറേഷൻ സിന്ദൂറിൽ എന്ന് തന്നെയാണോ വ്യക്തമാകുന്നത്? രോഹിണി, യഥാർത്ഥത്തിൽ ഈ മൗലാന മസൂദ് അസറിന്റെ കുടുംബത്തെ ഇന്ത്യൻ സൈന്യം തുടച്ചു നീക്കി എന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിട്ടുള്ളത് ലഷ്കർ-ഇ-തൊയ്ബയുടെ മുതിർന്ന കമാൻഡർ മസൂദ് ഇല്യാസ് കശ്മീരി. അതിഭീകരമായ തിരിച്ചടിയാണ് ലഷ്കർ-ഇ-തൊയ്ബ നേതാവിന് കിട്ടിയത്. ഈ ബഹാവൽപൂരിലൊക്കെ നടത്തിയ ആക്രമണം അത്യന്തം ഭീകരമായിരുന്നു എന്നും ലഷ്കർ-ഇ-തൊയ്ബയുടെ മൗലാന മസൂദ് അസറിന്റെ കുടുംബത്തെ തുടച്ചു നീക്കുകയാണ് ഉണ്ടായത് എന്നും അദ്ദേഹം പറയുകയും ഈ കൊടും ഭീകരൻ പറയുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ കൊടും ഭീകരന്റെ വെളിപ്പെടുത്തൽ അത് രാഹുൽ ഗാന്ധിക്കുള്ള മറുപടിയായി കൂടി നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. കാരണം ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ ആക്രമണം നടത്തി എന്ന് പറയുന്നതല്ലാതെ ഇന്ത്യക്ക് എത്ര നാശനഷ്ടമുണ്ടായി, പാകിസ്ഥാൻ എന്താണ് നാശനഷ്ടം സംഭവിച്ചത്, പാക് ഭീകരർക്ക് എത്രത്തോളം നാശം സംഭവിച്ചു തുടങ്ങിയ ചോദ്യങ്ങളുമായി ആ സംഭവം നടന്ന കാലം മുതൽ രാഹുൽ ഗാന്ധി രംഗത്തുണ്ട്. ഇതാ രാഹുൽ ഗാന്ധിക്ക് പാക് ഭീകരർ തന്നെ മറുപടി നൽകിയിരിക്കുന്നു. അതായത് ചിന്തിക്കാൻ പോലും അത്ര ഭീകരമായ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ആ കൊടും ഭീകരൻ മൗലാന മസൂദ് അസറിനുണ്ടായത്. ഈ മസൂദ് അസറിന്റെ കുടുംബത്തെ ഒന്നാകെ തുടച്ചു നീക്കി എന്നാണ് വെളിപ്പെടുത്തൽ. അത് അയാൾ ഈ ലഷ്കർ-ഇ-തൊയ്ബയുടെ ടോപ്പ് കമാൻഡറാണ് ഈ ഇല്യാസ് കശ്മീരി എന്ന് പറയുന്നത്. അയാളുടേതാണ് വെളിപ്പെടുത്തൽ. ഇതോടുകൂടി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും തൽക്കാലം വിശ്രമിക്കാം. അവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഭീകരർ തന്നെ നൽകിയിരിക്കുന്നു. അതുമാത്രമല്ല, ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ നൽകിയ ആഘാതം എത്രത്തോളമായിരുന്നു എന്നുള്ളത് അവിടെയുള്ള ഭീകരർ തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജയ്ഷെ മുഹമ്മദിന്റെ കമാൻഡർ തന്നെയാണ് ഏതു രീതിയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ തങ്ങളെ ബാധിച്ചത് എന്ന് വ്യക്തമാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഭാരതത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ നിരന്തരം ഭാരതത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, അത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിലാകട്ടെ, നമുക്കറിയാം ബലാക്കോട്ട് എയർ സ്ട്രൈക്കിലാകട്ടെ, ഇതിലെല്ലാം ഇവർ നിരന്തരം തെളിവുകൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കാലാകാലങ്ങളായി അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് തന്നെ മറുപടി ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവർക്കുള്ള കനത്ത മറുപടി, അല്ലേ? ഒരു കാര്യം ആലോചിക്കേണ്ടത് രോഹിണി, ഈ രാജ്യം മറ്റൊരു ശത്രു രാജ്യവുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നു. അതിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ നമ്മൾ നിൽക്കേണ്ടത് അതത് രാജ്യങ്ങൾ, അതിന് പാകിസ്ഥാൻ ആയാലും അവർ നിൽക്കേണ്ടത് അവരുടെ സൈന്യത്തിനൊപ്പമാണ്. പക്ഷേ നേരെ തിരിച്ചാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇന്ത്യയിൽ സൈന്യത്തോട് തെളിവ് ചോദിക്കുകയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചെയ്തത്. രാജ്യത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് പോകട്ടെ, ഇന്ത്യയുടെ സൈന്യത്തിനൊപ്പം നിൽക്കാൻ പോലും തയ്യാറാകുന്നില്ല രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷം എന്നുള്ളതുമാണ് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ കണ്ടത്. ഇപ്പോഴിതാ കൊടും ഭീകരർ തന്നെ അവർക്ക് നേരിട്ട തിരിച്ചടിയുടെ വ്യാപ്തി വെളിപ്പെടുത്തി രംഗത്ത് വരുമ്പോൾ അത് പരോക്ഷമായി പ്രതിപക്ഷത്തിനും വിശേഷിച്ച് രാഹുൽ ഗാന്ധിക്കുമുള്ള മറുപടിയാണ്. ഈ മറുപടി രാഹുൽ ഗാന്ധിയെ തൃപ്തിപ്പെടുത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. കാരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നോ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നതോ മാത്രമാണ് ആ സമയം മുതൽ രാഹുൽ ഗാന്ധി വിശ്വസിക്കുന്നതും. അവർ പറയുന്ന കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇതാ പാക് ഭീകരർ മറുപടി നൽകിയിരിക്കുന്നു. ഇനി രാഹുൽ ഗാന്ധി അത് വിശ്വസിക്കാൻ തയ്യാറാകുമോ ഇല്ലയോ, അതോ ഈ ആരോപണം തുടരുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യൻ സൈന്യം പലതവണ ഈ വിഷയത്തിൽ സത്യാവസ്ഥ വെളിപ്പെടുത്തിയിട്ടും അത് രാഹുൽ ഗാന്ധി വിശ്വസിച്ചിരുന്നില്ല. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പാക് ഭീകരർ തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് അത് മതിയാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.